ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാനൊരു അടിപൊളി മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നല്ലൊരു അടിപൊളി പയർ മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ വയലറ്റ് പയർ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ പയർ എടുത്തിട്ടുണ്ട്. ഇത് വയലറ്റ് നിറമുള്ള പയറാണ്. ഇതിന് വൈജയന്തി പയറെന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് പയർ മെഴുക്കുവരട്ടിക്ക് വേണ്ട രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചതച്ചിടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കണം. എരിവിന് ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിന് ചില്ലി ഫ്ലേക്സിന് പകരം ഇതിലേക്ക് മുളക് പൊടി കൂടുതൽ ചേർത്താലും മതിയാകും. അപ്പോൾ ഇതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് തട്ടിപ്പൊത്തി വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. പലരും ഇത് വെള്ളം ഒഴിച്ചൊക്കെ കുക്ക് ചെയ്തെടുക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുത്താൽ നന്നായിട്ട് തന്നെ പയർ കുക്കായി കിട്ടും. എക്സ്ട്രാ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലങ്ങനെ അടിക്ക് പിടിക്കാറൊന്നുമില്ല. അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഒട്ടും അടിക്ക് പിടിക്കത്തില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ തട്ടിപ്പൊത്തി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ വേണം പയർ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പയറല്ല, എല്ലാ മെഴുക്കുവരട്ടിയും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. വെള്ളം ഒഴിച്ച് ഒരിക്കലും കുക്ക് ചെയ്തരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിഡ് മാറ്റിയ ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നിരത്തിയിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പയറൊക്കെ നല്ലതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എക്സ്ട്രാ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പയർ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വയലറ്റ് പയർ വെച്ചിട്ടുള്ള നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വൈജയന്തി പയറെന്ന് ചിലർ പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ നോർമലായിട്ട് നമ്മൾ അച്ചിങ്ങ പയറെന്ന് തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ ഇതിനെ വയലറ്റ് പയറെന്ന് ചിലർ പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പയറിനെ എന്താണ് പറയുന്നതെന്ന് കൂടെ പറയണേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നെക്സ്റ്റ് റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.